ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. 2.5 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരംഗമായി മാറിയിരിക്കുന്നു. KPCC പ്രസിഡന്റായിരിക്കെ മന്ത്രിയായി മാറിത്തീരുന്ന ആദ്യത്തെയാൾ എന്ന ഖ്യാതിയും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ എന്നീ വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പത്രങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. തിരുവഞ്ചൂർ സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹത്തിന് ഗതാഗതം, വനം, സിനിമ തുടങ്ങിയ വകുപ്പുകൾ നൽകിക്കൊണ്ട് മന്ത്രിസഭയിൽ നിലനിർത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അധികാരമേറ്റു എന്ന ശീർഷകത്തിൽ സിറാജ് എന്ന പത്രം അതിൻ്റെ ആദ്യ വാർത്തയാക്കി അത് തന്നിരിക്കുന്നത് കാണുക. രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി അധികാരമേറ്റു. രാവിലെ 11:20 രാജ്ഭവനിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ഗവർണർ നിഖിൽ കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വലിയ ഉത്സവമാക്കി അത് കോൺഗ്രസ്സുകാർ മാറ്റുകയും ചെയ്തിരുന്നു. രമേശ് ചെന്നിത്തല മന്ത്രിയായ സാഹചര്യത്തിൽ അടുത്ത KPCC പ്രസിഡന്റ് ആരായിരിക്കുമെന്ന കാര്യത്തിലെ അഭ്യൂഹങ്ങളും പത്രങ്ങളിൽ തന്നിട്ടുണ്ട്. VM സുധീരൻ, കാർത്തികേയൻ, VD സതീശൻ തുടങ്ങിയവരുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നു. അതുമാത്രമല്ല, പുതിയ സ്പീക്കറും ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയുണ്ട് തുടങ്ങിയ വാർത്തകളാണ് ഇന്ന് നമ്മെ തേടിയെത്തുന്നത്. അധികാരം കയ്യേറ്റതിന് ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞത് വിവാദങ്ങൾക്ക് അറുതിയായിരിക്കുന്നു. ഇനി വിവാദങ്ങൾ പാർട്ടിയിലില്ല, കോൺഗ്രസ്സിലില്ല. കോൺഗ്രസ്സിനകത്തെ അനിശ്ചിതത്വങ്ങളും വിവാദങ്ങളുമാണ് UDFന് പ്രതിച്ഛായ നഷ്ടം സംഭവിപ്പിച്ചിട്ടുള്ളത് എന്ന് ഘടകകക്ഷികൾ കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഹൈക്കമാൻഡ് ഇടപെട്ടു. രമേശ് ചെന്നിത്തല മന്ത്രിയാവുകയും ചെയ്തു. അദ്ദേഹം 2.5 വർഷം കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വകുപ്പ് തന്നെ നൽകി. ഉമ്മൻചാണ്ടി തൻ്റെ തോൽവി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ വിവാദങ്ങൾക്ക് അറുതിയായി. അതുകൊണ്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വലിയ വിജയങ്ങൾ കൊയ്യുകയും ചെയ്യും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ബാലകൃഷ്ണപിള്ള ഇതേ സംബന്ധിച്ച് കേരള കോൺഗ്രസ് നേതാവ് R ബാലകൃഷ്ണപിള്ള പറഞ്ഞത് കോഴി വസന്ത പിടിപെട്ട ഒരു മന്ത്രിസഭയായിരിക്കും വരാൻ പോകുന്നത് എന്ന്. 2014 കോൺഗ്രസിന് വസന്തകാലമായിരിക്കും കേരളത്തിൽ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ അത് കോഴി വസന്ത എന്ന ദീനം പിടിച്ച ഒരു മന്ത്രിസഭയായിരിക്കും വരാൻ പോകുന്നത് എന്ന് ബാലകൃഷ്ണപിള്ള പറയുമ്പോൾ വിവാദങ്ങൾ ഒടുങ്ങാനേ പോകുന്നില്ല ഈ UDF ക്യാമ്പിൽ എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത്. എന്താണ് താൻ സജ്ജമാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസ്താവന മംഗളം എന്ന പത്രം നാട്ടുവർത്തമാനം പേജിൽ തന്നിരിക്കുന്നു. ജനസൗഹൃദ പോലീസ് സേന സജ്ജമാക്കും എന്നാണ് പുതിയ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ മറന്ന് പ്രവർത്തിക്കില്ല എന്നും ചെന്നിത്തല പറയുമ്പോൾ K സുധാകരൻ MPയുടെ ഒരു ആക്ഷേപത്തിനെ കൂടി അദ്ദേഹം ഹൃദയത്തിൽ പരിഗണിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. കോൺഗ്രസ് പ്രവർത്തകരെ മറന്നുള്ള ഒരു പ്രവർത്തനവും തൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനസൗഹൃദ പോലീസ് സേന സജ്ജമാക്കുകയാണ് തൻ്റെ അടിയന്തര ലക്ഷ്യം എന്നും അദ്ദേഹം പറഞ്ഞ കാര്യം നാട്ടുവർത്തമാനം പേജിൽ ഇന്ന് മംഗളം നമുക്ക് തന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുമ്പോൾ സാധാരണഗതിയിൽ NSS ക്യാമ്പിന് സന്തോഷം തോന്നേണ്ടതാണ്. അദ്ദേഹം നായർ സമുദായ അംഗം എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് താക്കോൽ സ്ഥാനത്ത് പ്രധാനപ്പെട്ട ആളുകളെ NSS ആഗ്രഹിക്കുന്ന ആളുകളെ തന്നെ സ്ഥാപിക്കണമെന്ന് കേന്ദ്രത്തോട് പണ്ടേ NSS ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നു ഹൈക്കമാൻഡ് എന്നാണ് നാം പത്രങ്ങളിൽ വായിച്ചിരുന്നത്. അതൊന്നും ഉമ്മൻചാണ്ടി കൂട്ടാക്കിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല തിരിച്ച് വീണ്ടും ആഭ്യന്തരമന്ത്രിയായി തീരുമ്പോൾ NSS അതിനെ ഉയർത്തിക്കാട്ടേണ്ടതാണ് എന്നാരെങ്കിലും കരുതിയെങ്കിൽ തെറ്റി. ചെന്നിത്തല NSSൻ്റെ പുത്രനല്ല എന്നാണ് NSSൻ്റെ പുതിയ നിലപാട്. ദീപിക എന്ന പത്രം അത് വളരെ വിശദമായി തന്നെ അതിൻ്റെ 1-ാം പേജിൽ തരുന്നു. വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ക്രൈസ്തവ സഭകളുമായി യോജിച്ചു നീങ്ങും എന്ന് പ്രഖ്യാപിച്ച NSS ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനത്തിൻ്റെ പിതൃത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുക കൂടി ചെയ്തിരിക്കുന്നു. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രി പദവി NSSൻ്റെ അക്കൗണ്ടിൽ വേണ്ടെന്നും മന്ത്രിസ്ഥാനം കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും
സുകുമാരൻ നായർ അഭിപ്രായപ്പെട്ടതോടെ നായർ സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് രമേശ് ചെന്നിത്തലയെ അധികാരത്തിലേക്ക് ഉയർത്തിയതെങ്കിൽ NSSന് അത്തരമൊരു സങ്കല്പം അക്കാര്യത്തിൽ ഇല്ല എന്നുകൂടി ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ന് പത്രലോകം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാചകവാതകത്തിൻ്റെ വില ഒറ്റയടിക്ക് 220 രൂപ, 230 രൂപ, 220 രൂപ എന്ന ക്രമത്തിൽ കേരളത്തിൽ കൂടിയിരിക്കുന്നു. പാചകവാതകത്തിൻ്റെ വില ഒറ്റയടിക്ക് 220 രൂപ കൂട്ടി കമ്പനികൾ തീരുമാനിച്ചപ്പോൾ, ഇന്ത്യയിൽ തന്നെ കമ്പനികൾ തീരുമാനിച്ചപ്പോൾ മലയാളികൾ അത് 220 രൂപ മുതൽ 230 രൂപ വരെ കൂടുതൽ കൊടുക്കേണ്ടി വരും. മാതൃഭൂമി ആ വാർത്ത ഉചിത ഭംഗിയോടെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക. സബ്സിഡി ഇല്ലാത്ത പാചകവാതകത്തിന് 220 രൂപ കൂട്ടി. നികുതി അനുസരിച്ച് സംസ്ഥാനങ്ങളിൽ വില വ്യത്യാസപ്പെടും എന്ന് മാത്രം. പ്രത്യേക ലേഖകൻ ആ വാർത്ത മാതൃഭൂമിയിൽ ലീഡാക്കി തരുന്നത് ഇങ്ങനെയാണ്: പുതുവത്സര പിറവിയിൽ ഉപഭോക്താക്കൾക്ക് ഇരുട്ടടി സമ്മാനിച്ചുകൊണ്ട് സബ്സിഡിയില്ലാത്ത പാചകവാതകത്തിൻ്റെ വില എണ്ണ കമ്പനികൾ കുത്തനെ കൂട്ടി. സിലിണ്ടറിന് 220 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. വാണിജ്യാവശ്യത്തിനുള്ള LPG സിലിണ്ടറിൻ്റെ വില 350 രൂപയും കൂട്ടിയിട്ടുണ്ട്. കുറേ കൂടി ശക്തമാണ് അവിടെ വില വർധനവ്. ഏതായാലും പാചകവാതക കമ്പനികളുടെ സഞ്ചിത നഷ്ടം നികത്തുന്നതിനാണ് വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ നഷ്ടം ഏത് ഓഡിറ്റിൻ്റെ ഭാഗമായി കണ്ടെത്തിയതാണ് എന്ന് സർക്കാർ പറയുന്നില്ല. ഇത് ഇപ്പോഴെങ്കിലും തീരുമോ എന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ 2014 ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഉമ്മറത്ത് നാം നിൽക്കുമ്പോൾ ഇപ്രകാരം ഒരു വില വർധനവ് കൊണ്ടുവരുന്നത് എപ്രകാരമാണ് ആ വിഭാഗത്തിന് തന്നെ UPAക്ക് തന്നെ തെരഞ്ഞെടുപ്പിൽ ഫലമുളവാക്കാൻ കഴിയുക? അതൊന്ന്. മറ്റൊന്ന്, പുതുവത്സര ദിനം തന്നെ തെരഞ്ഞു പിടിച്ച എണ്ണ കമ്പനികൾ ഇത്തരം ഒരു വില വർധനവ് പ്രഖ്യാപിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തുടങ്ങിയ സംശയങ്ങൾ ഒരാൾക്കുണ്ടാകാം. ഒന്നുകിൽ BJPക്ക് അനുകൂലമായി നടത്തിയിരിക്കുന്ന ഒരു അട്ടിമറി തീരുമാനമാണ് എണ്ണ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഇത് എന്ന് വിശദീകരിക്കേണ്ടി വരും. കാരണം ആ വകുപ്പിൻ്റെ ആ മന്ത്രാലയത്തിൻ്റെ മേധാവിയായ മന്ത്രി തന്നെ പറയുന്നത് അങ്ങനെ കൂടാൻ പോകുന്നില്ല എന്നാണ്. പക്ഷേ ഇന്നലെയും ഇന്നും നാം അനുഭവിച്ചത് കൂടിയ വില കൊടുത്ത് തന്നെയാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത്, ഗ്യാസ് വാങ്ങിയിരിക്കുന്നത് എന്നാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്ത് അന്തർനാടകമാണ് ഇക്കാര്യത്തിൽ നടക്കാൻ പോകുന്നത് എന്നും ആലോചിക്കുന്നത് സംഗതമായിരിക്കും. കാരണം രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി പുതിയ ഒരു നാടകത്തിനുള്ള ശ്രമം ഒരുപക്ഷെ ഈ വില വർധന വഴി കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു. കാരണം ആദർശ് ഫ്ലാറ്റിൽ നടന്ന അഴിമതിയുമായി ബന്ധിപ്പിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും പഴയ 3 മുഖ്യമന്ത്രിമാർക്ക് തന്നെ ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും അതൊക്കെ കോൺഗ്രസ്സുകാരായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ ആദർശ് ഫ്ലാറ്റിനെ സംബന്ധിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണം മഹാരാഷ്ട്രയിലെ മന്ത്രിസഭ അപ്പാടെ തള്ളിക്കളയുകയുണ്ടായി. അതിനെതിരെ ആദർശാത്മകമായി രംഗത്ത് വന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായിരുന്നു. അത് ഇപ്പോൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട്. അങ്ങനെ രാഹുൽ ഗോളിയില്ലാത്ത ഒരു പോസ്റ്റിൽ ഒരു ഗോൾ അടിക്കുകയുണ്ടായി. ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ജയിലിൽ കിടക്കുന്ന നേതാക്കൾക്ക് മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ഒരു ഓർഡിനൻസ് ലോക്സഭയ്ക്ക് മുകളിലൂടെ ഇറക്കിക്കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. ആ ഓർഡിനൻസ് പ്രസിഡന്റിന് അയച്ചിരിക്കുന്ന സമയത്തായിരുന്നു നാടകീയമായി രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനത്തിൽ, അദ്ദേഹം വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനമല്ല, ഒരു പത്രസമ്മേളനത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്നുകൊണ്ട് ഈ തരംതാണ പേപ്പർ കീറിയെറിയുകയാണ് വേണ്ടത്. പിന്നീട് അദ്ദേഹം അക്കാര്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നത് മറ്റൊരു വസ്തുത. ഏതായാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് അഴിമതിക്കെതിരാണ് താൻ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതേ ചുവട് പിടിച്ച് ഒരുപക്ഷെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെയോ ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്ന് ഈ പാചകവാതക വില തെറ്റായിപ്പോയി എന്ന് ശാസനാരൂപത്തിൽ പറഞ്ഞുകൊണ്ട് അത് മാറ്റാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ അത് പുതിയൊരു വാർത്തയും പുതിയൊരു നേതാവിൻ്റെ പ്രതിച്ഛായ നിർമ്മാണത്തെ സഹായിക്കുന്ന ഘടകവുമായി തീരാം. ഒരു രക്ഷകൻ വരുന്നു എന്ന നിലയ്ക്ക് സാധാരണക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള ഒരു നാടകം പോലും ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കണം. കാരണം ഒറ്റയടിക്ക് 220 രൂപ വർദ്ധിപ്പിച്ച ഒരനുഭവം ഇതിനു മുമ്പ് നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇത് പിൻവലിച്ചുകൂടായികയില്ല. അത് രാഹുൽ ഗാന്ധി വഴി തന്നെ
തീരുമാനിക്കപ്പെട്ടേക്കും. ആധാറിൽ ചേർക്കാൻ 2 മാസം കൂടി സമയം അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. മലയാള മനോരമ ഇന്ന് 1-ാം പേജിൽ വില വർധനവിനേക്കാൾ ശക്തമായി ആദ്യം തരുന്നത്. ആധാർ ചേർക്കാൻ 2 മാസം കൂടി, കേരളം ആവശ്യപ്പെട്ടത് 6 മാസം. ആധാർ കാർഡ് പാചകവാതക സബ്സിഡിക്കായി ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാൻ ആധാർ കാർഡ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള തീരുമാനം ഇന്നലെ തീരുന്ന ആ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും 2 മാസം കൂടി സമയം അനുവദിക്കുമെന്നും വീരപ്പ മൊയ്ലി പറഞ്ഞതായി ഉമ്മൻചാണ്ടി പറയുമ്പോൾ വീരപ്പ മൊയ്ലിയെ മുൻനിർത്തി ഉമ്മൻചാണ്ടി പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്നലെ ഉമ്മൻചാണ്ടി പറഞ്ഞത് അങ്ങനെ വില വർദ്ധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇന്നലെ കൂടിയ വിലയാണ് കൊടുത്തത്, ഇന്നും കൂടിയ വിലയാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മെ തുറച്ചു നോക്കുന്നു. സബ്സിഡിയില്ലാത്ത ഗാർഹിക സിലിണ്ടറിന് 230 രൂപ കൂട്ടി എന്ന വാർത്ത മലയാള മനോരമ ആധാർ ചേർക്കാൻ 2 മാസം കൂടി എന്ന വാർത്തയ്ക്ക് താഴെയാണ്, 2-ാം പരിഗണനയിലാണ് തരുന്നത്. യഥാർത്ഥത്തിൽ അത് തരേണ്ടിയിരുന്നത് 1-ാമത്തെ പരിഗണനയ്ക്കായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. ഏതായാലും വില കൂടുമോ ഇല്ലയോ എന്ന് ഉമ്മൻചാണ്ടിക്ക് ഉറപ്പില്ലെങ്കിലും വില കൂടിയാൽ വാല്യൂ ആഡഡ് ടാക്സ് അത് എന്തായാലും ഞങ്ങൾ കുറയ്ക്കും എന്ന നിലയ്ക്ക് ഇന്നലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുമ്പോൾ കൂടിയ വിലയ്ക്ക് ഒരു ഒത്താശ നൽകുകയാണ് അദ്ദേഹം. അത് കാണുക. സിലിണ്ടറിൻ്റെ നികുതിയിൽ 40 രൂപയോളം കുറയുന്ന തരത്തിൽ വാറ്റ് നികുതി ഞങ്ങൾ എടുക്കില്ല. അതേസമയം വാണിജ്യ ആവശ്യമുള്ള സിലിണ്ടറുകൾക്ക് 14.5% വാറ്റ്. അക്കാര്യത്തിൽ മാറ്റം ഉണ്ടാവുകയുമില്ല. അതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതുമായി ബന്ധിപ്പിച്ച് മലയാള മനോരമ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്.